അങ്ങനെ ഇപ്പോൾ ഇവളുടെ കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ഇവളോട്, ആ സിധു ശത്രുരാജ്യത്ത് എന്നുള്ള വ്യക്തിയാണെങ്കിലും നിന്നോട് ഭയങ്കര ലോയല, നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പരിശ്രമിച്ച നിന്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളതുപോലെ സ്റ്റേബിൾ ആക്കിയത്. പക്ഷേ എന്ത് തന്നെ ആയാലും ഒരു മാസം മാത്രം, അതിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. അതിനു മുന്നേ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. അത് കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തോളാം, എന്തായാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവൾ അത്ര ഓക്കെ അല്ല. കാരണം ഇവളുടെ മൈൻഡ് ഫുള്ള് 27 പോയതിന്റെ ആ ഒരു വേദന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ മാസ്റ്ററിനോട്, മാസ്റ്റർ 27 തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം, തീർച്ചയായും ഒരു കമ്പാനിയൻ അതിന്റെ മാസ്റ്ററിനോട് ലൈഫ് ലോങ് ഉണ്ടാകുന്ന വ്യക്തിയാണ്. എന്ന് നിനക്ക് നിന്റെ ആത്മീയ വെയിൻ ഫുൾ ആയിട്ട് തിരിച്ചു കിട്ടുന്നോ അന്ന് നീയുമായിട്ട് ആത്മബന്ധം ഉള്ളത് കൊണ്ട് തന്നെ 27 തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇവൾക്ക് ചെറിയ പ്രതീക്ഷയൊക്കെ വരാണ്. നിങ്ങൾക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മാസ്റ്റർ ഇവളോട്, ശരിക്കും ഈ ജീവോസായുടെ കയ്യിൽ ഗോൾഡ് മില്ലറ്റ് ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അത് ഇല്ലാണ്ടാക്കി കളഞ്ഞത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരാണ്. ആ റാസ്കല് അങ്ങനെ ചെയ്തോ, അവൻ എന്നെ കയ്യിലെങ്ങാനും കിട്ടിയില്ല ഞാൻ തല വെട്ടും, അതുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇവള് ജിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മുതലാണ്, അത് നശിപ്പിച്ചതിന് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം, അത് അദ്ദേഹത്തിന് തോന്നുമ്പോൾ നശിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഞാനത് സിധുവിന്റെ മുന്നിൽ വെച്ച് ജീവോസയുടെ കയ്യിലെ ഗോൾഡൻ മില്ലറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിന് റീസൺ ഇനിയും ആളുകൾ അദ്ദേഹത്തിന്റെ പിറകെ അത് കയ്യിലുണ്ട് എന്ന് വിചാരിച്ചു പുള്ളിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും ഇനി പുള്ളിയെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇവൾക്കറിയാലോ ജി ഇപ്പോൾ എന്തുമാത്രം ഇവളെ ഒരു മോശക്കാരിയായിട്ടാണ് കാണുന്നത് എന്ന കാര്യങ്ങൾ. അതിനുശേഷം താജാണെങ്കിൽ ജിയെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവനും മിങ്ങിയും സെപ്പറേറ്റ് ആയ കാര്യമൊക്കെ ഇവളും അറിഞ്ഞു. സോ അത് വെച്ചിട്ട് ഇവനോട് പലപ്പോഴും തുറന്നൊരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തതാണ് പല ബന്ധങ്ങളിലെയും തകർച്ചയ്ക്ക് കാരണമാവുന്നത്, തെറ്റിദ്ധാരണ കൊണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ജി ആണെങ്കിലും ഒന്നും തന്നെ മിണ്ടുന്നില്ല അതിനെക്കുറിച്ച്. സോ ഇവനെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ബായി മരിച്ചെങ്കിൽ പോലും ഇവരുടെ രാജ്യത്തെ നോട്ടമിട്ടിരിക്കുന്ന മറ്റു ശത്രുക്കളുണ്ടല്ലോ അവരെയൊക്കെ നേരിടുന്ന കാര്യവും അതുപോലെ തന്നെ ആ സംഘം നശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇവൾ അത് പറയുമ്പോൾ ഇവനും ആദ്യം ആ ഒരു ആത്മാക്കളെ തിന്നുന്ന മരം ഉണ്ടല്ലോ അത് തന്നെ ആദ്യം നശിപ്പിക്കണം, അതിനുശേഷം ആ ഒരു സ്ഥലം നശിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇവർ ഒരു ഡീൽ വെക്കാണ്. അതിനുശേഷം ഫോയി ആണെങ്കിൽ സിധുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ സിധു ആണെങ്കിൽ ഓൾറെഡി പരിക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. മാത്രമല്ല ഇവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഒക്കെ മിങ്ങിയോട് തുറന്നു പറഞ്ഞു. സോ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, നിങ്ങൾ ഇത്രയും ത്യാഗങ്ങളൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോഴും ഇവൻ, മിങ്ങിയുടെ ജീവനാണ് എനിക്ക് ഏറ്റവും പ്രധാനം, അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനിത് ചെയ്യും എന്ന് തന്നെ പറഞ്ഞ് ഉറപ്പിച്ചു നിൽക്കാണ്. ഫോയ അവനെ ഒരുപാട് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് കേൾക്കുന്നില്ല. അപ്പോൾ ഇവനോട് ആ ഒരു ഗോൾഡ് മില്ലറ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ അറിയാനായിട്ട് ഇവന്റെ രാജ്യത്ത് നിന്ന് അറിയാൻ ഏൽപ്പിച്ചിരുന്നു. സോ അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവളും ആ ഒരു കാര്യങ്ങൾ പറയാൻ തുടങ്ങാണ്. യുവിന്റെ മുന്നേ ഉള്ള ഒരു വിശ്വസ്തനിൽ നിന്നാണ് ഇവളെ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ആ ഒരു ഹെവൻലി ഗ്രിഫ് ആയാലും ഗോൾഡ് മില്ലറ്റ് ആയാലും നിർമ്മിച്ചുകൊണ്ടിരുന്നത് ബോയുലാന്റെ പിൻഗാമികളാണല്ലോ. പക്ഷെ ആ ഒരു ബോയുലാന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയത് ഇവന്റെ അച്ഛനാണ്. പക്ഷെ അതിൽ ബോയുലാനും അവരുടെ ഒരു സിസ്റ്റർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരെയും നശിപ്പിച്ചു. എന്നിട്ട് ആ ഒരു സ്ഥലത്ത് കയറി ഇവര് റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും അവിടെ നിന്ന് അവർക്ക് ഹെവൻലി ഗ്രിഫ് നിർമ്മിക്കുന്ന ഒരു ബുക്ക് മാത്രമാണ് കിട്ടിയത്. ഗോൾഡ് മില്ലറ്റിന്റെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് മറ്റൊരു ബുക്കിലാണ്. സോ ആ ഒരു ബുക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും ഇവർക്ക് ഹെവൻലി ഗ്രിഫ് ഉണ്ടാക്കാൻ സാധിച്ചത്, ഗോൾഡ് മില്ലറ്റ് നിർമ്മിക്കാൻ പറ്റാതെ പോയതൊക്കെ. പക്ഷെ ആ ഒരു ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ സംഘനിലാണ് ഉള്ളത്. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മിങ്ങെ രക്ഷിക്കാനാകൂ. ഒരു ബുക്ക് വായിക്കണമെങ്കിൽ മറ്റൊരു ബുക്കിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. സോ അങ്ങനെയാണ് അത് കണക്ട് ആയിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ബോയുലാന്റെ പൂർവികമായിട്ടുള്ള ഒരു വസതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു പർവ്വതത്തില്. എന്നാൽ അത് ആർക്കും തന്നെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതിൽ പ്രവേശിക്കാനാവുന്നത് ബോ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും. സോ ആ ഒരു സ്ഥലത്ത് പ്രവേശിക്കാൻ സാധിക്കുന്നത് ജിക്ക് മാത്രമാണ് എന്ന് സിധുവിന് മനസ്സിലാവുകയാണ്. പക്ഷെ അവന്റെ അനുവാദവും കാര്യങ്ങളും ഒന്നും ഇവർക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താനായിട്ട് ഇവൻ ഫസ്റ്റ് പാർട്ട് തേടി സംഘങ്ങളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഫോയി ആണെങ്കിൽ വീണ്ടും ഇവനെ തടയാണ്. കാരണം അവിടെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടാക്കാം. നിങ്ങൾ ഇതൊക്കെ ചെയ്താലും മിങ്ങി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അത് മനസ്സിലാക്കുക, വെറുതെ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങളാണ് കളയുന്നത് എന്ന് പറയുമ്പോഴും ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ അവള് ഞാനുമായിട്ട് എന്തായാലും പ്രണയത്തിലാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതിനുശേഷം സിധു ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു പാർട്ട് 1 പാർട്ട് 2 ബുക്കിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇവളോട് വന്ന് പറയുന്നു. സംഘനിലാണ് പാർട്ട് 1 ഉള്ളത്, പക്ഷെ പാർട്ട് 2 മിസ്സിംഗ് ആണ്, ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിലാണ് പ്രധാന ചേരുവകൾ ഉള്ളത്. 2 ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പരസ്പരം വായിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും പാർട്ട് 1 ഞാനിപ്പോ തന്നെ സംഘനി പോയി എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ഇവൾ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം ഇവള് കാരണം ഇവന് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിൽ പറയാണ്. ഓൾറെഡി തന്നെ ഇവൻ ഒരുപാട് സഹായങ്ങൾ ഇവൾക്ക് വേണ്ടി ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു സഹായം ഇവളെ നിരസിക്കുകയാണ്. അതിനുശേഷം ഇവരുടെയൊക്കെ കണ്ണുപിടിച്ച് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയും പോകുന്നു. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറിച്ച് അന്വേഷിക്കേണ്ട, ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പറയാണ്. പക്ഷെ ഇനി ഞാൻ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന രീതിയിൽ പറഞ്ഞൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് അവളെ പോയേക്കുന്നത്. സോ അവളെ ശരീരം കൊണ്ട് ഇതുവരെയും ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് പോയത് ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കിയ സാങ് ആണെങ്കിൽ ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് ജിയെ അറിയിച്ചാൽ മതിയാവും എന്ന് തീരുമാനിച്ച് അവന് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവളെ അന്വേഷിച്ച് സിധുവും. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഒരുപാട് സമയമൊന്നും മുന്നോട്ട് നടക്കാനാവുന്നില്ല. ഇവളുടെ ശരീരം വീക്ക് ആവാനായിട്ട് തുടങ്ങാണ്. സോ അവിടെ ബോധം പോയി വീഴാണ്. സിധു ഇവളെ ഒരുപാട് തിരിയുന്നുണ്ടെങ്കിലും കണ്ടെത്താനാവുന്നില്ല.
അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ സാങ് പറഞ്ഞത് വെച്ചിട്ട് ജിയം എത്തിയിരിക്കുകയാണ്. ഇവൻ അവിടെ അവളെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് കറക്റ്റ് ഇവന്റെ കാണില്ല അവൾ വന്ന് പെടുകയാണ്. അവളാണെങ്കിൽ ഭയങ്കര വേദന എടുത്ത് പൊളയാണ് കിടന്ന്. അപ്പോ ഇവനെ ചതിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം ഇവൻ എപ്പോഴാണല്ലോ ഇവളെ കാണുന്നത്, എങ്കിലും അവൻ ഒരു ദേഷ്യം കാര്യങ്ങളൊന്നും അവളോട് കാണിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് അവൾക്ക് തീയും കാര്യങ്ങളൊക്കെ ഇട്ട് ചൂടും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ ശരീരത്തിന് വേണ്ട പവറും കാര്യങ്ങളൊക്കെ നൽകുന്നു. ഇവളെ കാണുമ്പോൾ ഇവന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ഫുള്ള് ഇവളെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവൾക്ക് ബോധവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇവനാണെങ്കിലും മാറിപ്പോയി നിൽക്കുകയാണ്. എന്നിട്ട് ഇവളെ എഴുന്നേൽക്കുമ്പോൾ ഇവളോട് നിന്റെ പൂച്ചയുടെ ദിവ്യബോധം മാത്രമാണ് നിലനിൽക്കുന്നത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. 27 ഇവളെ വിട്ടുപോയി എന്ന് അവന് മനസ്സിലായി. സോ അതിന് കാരണം എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിയും സാങ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, നിന്നെ അന്വേഷിച്ചു വന്നതാണ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലായിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമ എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ജി ആണെങ്കിൽ ഇവളോട് നീ നിന്റെ പവർ യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിന്റെ ബോഡി ഇത്രയും വീക്ക് ആവില്ല, നിനക്ക് ശരിക്കും എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവനും അതെ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ എനിക്ക് തന്ന ഷില്ലുവിന്റെ സാക്ഷ്യത്തില് ഭായിയോടൊപ്പം നിലനിൽക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു, അത് നീ എന്തിനാ മായ്ച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ആ ഒരു രാജ്യത്തെ മറയ്ക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ഭായിയുടെ സ്ഥലത്ത് 27 വിട്ടതാണ്, പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. സോ അതിന് വേറൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു എന്നാണ്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നീ പറയുന്നതൊക്കെ ഞാൻ ഇനി എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? ചിലപ്പോ നിനക്ക് ഇതിന് മുന്നേ തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നിരിക്കും, എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ആ ലിസ്റ്റ് മുന്നേ തന്നെ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ നാട്ടിൽ ആരാണ് ഹെവൻലി ഗ്രിഫ് ബായുടെ കയ്യിൽ നിന്ന് വാങ്ങി മിങ് ഷിയാന് കൊടുത്തതെന്ന് എന്നെ മനസ്സിലാക്കായിരുന്നു, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ പറ്റാണ് എന്ന് പറയുമ്പോൾ അത് ഇവളുടെ വായിന്ന് വീണുപോയതാണ്. മിങ് ഷിയാന് ഹെവൻലി ഗ്രിഫ് എന്ന വിഷം ഏറ്റിട്ടുണ്ട് എന്ന കാര്യം, ആ ഒരു കാര്യം ജി ഇപ്പോഴാണല്ലോ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് അപ്പോ നീ ഗോൾഡൻ മില്ലറ്റ് മോഷ്ടിക്കാൻ എത്തിയത് മിങ് ഷിയാന് വേണ്ടിയിട്ടാണല്ലേ എന്ന് ചോദിക്കാണ്. ഇവൻ വിചാരിച്ചിരുന്നത് അത് ഇവളുടെ നാടിന് വേണ്ടിയിട്ടാണ് ഇവളെ കൈക്കലാക്കാൻ വന്നത് എന്നാണ്. സോ അത് ചോദിക്കുമ്പോൾ ഗോൾഡൻ മില്ലറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യോഗോ മൗണ്ടൻസിന് ടൂർണമെന്റിൽ വിജയിക്കാനാകും, അതിന് ഗോൾഡൻ മില്ലറ്റ് വേണമെന്ന് ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ നീ തിരിച്ചു പോകാത്തത്, ഇവിടെ തന്നെ നിൽക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു പോയിട്ട് എന്തിനാ മിങ് ഷിയാൻ ഹെവൻലി ഗ്രിഫിന്റെ വേദന കാരണം മരിക്കുന്നത് കാണാനോ? അവനവന്റെ മോശം അവസ്ഥ ആരെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല എന്ന് അവനെ കുറിച്ച് ഭയങ്കര ഫീൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഇവളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എടുക്കുന്നത് മിങ് ഷിയാനെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന രീതിയിലാണ്. ഇവന്റെ മുന്നിൽ മിങ് ഷിയാൻ മറ്റൊരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ അവനവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷെ ഇവൻ അങ്ങനെ ദേഷ്യത്തിൽ ഉപേക്ഷിച്ച് പോകാനോ ആവുന്നില്ല അവളെ. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പായിട്ട് സാങ്ങിന് ഇവളെ ഇന്ന സ്ഥലത്തുണ്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മെസ്സേജ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാങ് തിരിച്ചും സാങ്ങിന്റെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ്. അപ്പോ എഴുന്നേൽക്കുമ്പോൾ സാങ് ഇവളോട് വന്ന് മിങ്ങി എന്തൊക്കെയായി സംഭവിക്കുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചത് നീ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവുന്ന, പക്ഷെ വീണ്ടും വീണ്ടും നിന്റെ അവസ്ഥ എന്താ ഇത്ര മോശമായിക്കൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് നിന്റെ അവസ്ഥ ആലോചിച്ച് വിഷമം താങ്ങാനേ വയ്യ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ നീ തണുത്ത് വിറക്കായിരുന്നു, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിങ്ങി ഇവളോട് ആ ഒരു സത്യം തുറന്നു പറയാണ്. ഞാൻ നിന്നോട് ഒരുപാട് സത്യങ്ങൾ മറച്ചു വെച്ചു, ഒരുപാട് നുണകൾ പറഞ്ഞു, പക്ഷെ അതൊക്കെ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കുമെന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മിങ്ങിയല്ല മിങ് ഷിയാനാണ് യോഗോ മൗണ്ടൻസിൽ നിന്നുള്ള വെറും ഒരു ഫെയറി അല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ പ്രിൻസ് ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷെ ഇപ്പോൾ ഹെവൻലി ഗ്രിഫ് ബാധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. ആദ്യ സാങ്ങിനെ കേൾക്കുമ്പോൾ അതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല, കാരണം ഒരു ആണ് പിന്നെ പെണ്ണായി എന്ന് പറയുന്നതൊക്കെ കുറച്ച് ഇതാണല്ലോ. സോ മിങ്ങിയാണെങ്കിൽ ആ ഒരു സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതില്ല സാങ്ങിനോട് ക്ഷമ ചോദിക്കുമ്പോൾ സാങ്ങിന് ഇപ്പൊ പ്രധാനം സാങ് അപ്പോൾ അതൊന്നുമല്ല വലിയ കാര്യമായിട്ട് എടുക്കുന്നത്, നിന്റെ ജീവനല്ല ഇപ്പോൾ വലുത്, നിന്റെ ഐഡന്റിറ്റി എന്ത് തന്നെ ആയാലും എനിക്കത് പ്രശ്നമല്ല, പക്ഷെ നമ്മളിപ്പോ എന്ത് ചെയ്താലും നിന്റെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുന്നത് നീ എന്തുമാത്രം എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. യോഗോ മൗണ്ടൻസും ജിങ്സിങ്ങും ശത്രുക്കളായിരിക്കാം, പക്ഷേ മിങ്ങി നീ എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് ഇവള് ചെയ്തു പോയത് അത്ര മോശം കാര്യമൊന്നുമല്ല, ശത്രുരാജ ആയിട്ട് കൂടി ഇവള് ഈ രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് സാങ് ആണെങ്കിൽ മിങ്ങിയെ ആശ്വസിപ്പിക്കുകയാണ്. സോ അവരുടെ ആ ഒരു ബോണ്ട് വീണ്ടും നിലനിൽക്കുന്നു. അപ്പൊ ഇവിടെ അക്കാഡമിയിലാണെങ്കിൽ നെക്സ്റ്റ് ടൂർണമെന്റ് വരാനായിട്ട് പോവാണ്, കുറച്ച് മാസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ താഞ്ചോടെയും ജിയോടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സാങ് ആണെങ്കിൽ പുറത്തു പോയിട്ട് വന്ന് മിങ്ങിയോട് പുറത്തെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വന്ന് ഇവളോട് പറയാണ്, അതായത് യോഗോ മൗണ്ടൻസില് മിങ് ഷിയാനെ ഒരു ക്രിമിനൽ ആയിട്ട് മുദ്രകുത്തിയിരിക്കുകയാണ്, അത് മാത്രമല്ല പുതിയ പ്രിൻസ് ആയിട്ട് ഷിൻ അധികാരം വെക്കാൻ പോകുന്ന കാര്യം അറിയിക്കുകയാണ്. അത് കേട്ട് ഇവള് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നു. ആ ഒരു ചടങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, പക്ഷെ ആ ഒരു നാമനിർദ്ദേശം നടന്നു കഴിഞ്ഞു. സോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ അച്ഛൻ ഷിനിനെ അത്ര വിശ്വസിക്കുന്നില്ല എന്ന്, അതുകൊണ്ടാണ് ആ ഒരു സ്ഥാനം നീണ്ടുപോകുന്നത് എന്ന്. പക്ഷെ എന്ത് തന്നെ വന്നാലും ഷിൻ അധികാരം ഏറ്റുകഴിഞ്ഞാൽ ആ ഒരു നാട് തന്നെ നശിക്കും, അതിന് താൻ ഇടവരുത്തില്ല എന്ന് തന്നെ ഇവളെ ഉറപ്പിക്കാണ്. എന്നാൽ അപ്പോഴേക്കും സിധു ആണെങ്കിൽ വീണ്ടും ഇവളെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, ഈ പോരാട്ടത്തില് ഞാൻ ഓൾറെഡി തന്നെ ഭാഗമായി കഴിഞ്ഞു, നീ എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംഘനിലെ ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അവൻ അത്രയും അപേക്ഷിച്ച് ഇവളെ ഹെൽപ്പ് ചെയ്തേ മതിയാവോ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇവളും മാസ്റ്ററിനോടൊപ്പം ആ ഒരു സംഘനിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഇവൾക്ക് പവറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ. അതുകൊണ്ട് തന്നെ ഇവളെ ഒരു ആയുധം തയ്യാറാക്കിയിട്ടുണ്ട്.
അതിലേക്ക് ഇദ്ദേഹത്തിന്റെ പവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നു. ഇദ്ദേഹം ഒറ്റയ്ക്ക് വെക്കോളാം, നീ വരണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ മിങ്ങി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ആ ഒരു ആയുധത്തിലാക്കി അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സംഘനില ഇപ്പോ സുവാനും അതുപോലെ തന്നെ അവന്റെ മറ്റൊരു സഹോദരനും കൂടി എത്തിയിരിക്കുകയാണ്. ആ ഒരു സുഷോയി രാജ്യത്തിലെ രാജാവിന് 4 ആമക്കളാണ്. സോ അവരങ്ങോട്ടേക്ക് എത്തുന്നത് അവിടെ ഓൾറെഡി ഉള്ള സിധുവും കാണുന്നുണ്ട്. ഇവര് ഇപ്പോ ഇവിടെ എത്തിയിരിക്കുന്നതിന് ഉദ്ദേശം ആ ഒരു സ്ഥലം നശിപ്പിക്കാനായിട്ടാണ്. മാത്രമല്ല അവിടെയുള്ള ആ ഒരു ഹെവൻലി ഗ്രീഫിന്റെ ആ ഒരു ബുക്ക് എടുക്കാനും. സുവാനാണെങ്കിൽ നേരെ വന്ന ആ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും സിധു ആണെങ്കിൽ ഇവനെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ സുവാൻ സിധുവിന്റെ അടുത്തേക്ക് വരികയാണ് വാളും കൊണ്ട്. സോ ഇവൻ സിധുവിനോട് അച്ഛൻ എന്നോട് ഹെവൻലി ഗ്രീഫിന്റെ ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നീ അച്ഛൻ പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നത്, അതോ എന്റെ അടുത്തുനിന്ന് ഇത് തട്ടിയെടുക്കാനോ? ഞാനിപ്പോ തന്നെ നിന്നെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കണോ, അതോ ഞാൻ തന്നെ നിന്നെ കൊന്നുകളേട്ടോ എന്ന് ചോദിച്ച് ഇവന്റെ കഴുത്തിന് വിട്ടാണ്. സിധു ഉടനെ തന്നെ നിലത്തേക്ക് ബോധം പോയി വീഴുന്നു. അതുപോലെ തന്നെ ഇവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാസ്റ്ററും ഇങ്ങും രണ്ടു വഴിക്ക് ആ ഒരു ബുക്ക് തേടി പോകുകയാണ്. അതിനുശേഷം സുവാൻ ആണെങ്കിൽ ആ ഒരു ബുക്ക് വന്ന് എടുക്കാണ്. പക്ഷെ പിറകിലൂടെ വന്ന് സിധു ആണെങ്കിൽ ഇവന്റെ കഴുത്തിന് വിട്ടാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് വാങ്ങിച്ചെടുക്കുന്നു. ഇവന് ജസ്റ്റ് കഴുത്തിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സിധു ആണെങ്കിൽ ഈ സുവാനെയും അവിടെ വെച്ച് കൊന്നുകളയാണ്. മാത്രമല്ല ഇവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ പവറും കാര്യങ്ങളും ഒക്കെ എടുത്ത് സിധുവിന്റെ ആ കഴുത്തിലുള്ള മുറിവും കാര്യങ്ങളൊക്കെ മായിച്ചളയാണ്. അപ്പൊ ജി ആണെങ്കിൽ ഈ ഒരു മരം നശിപ്പിച്ച് കളയാനായിട്ട് ഭായിയുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു മരം വഴിയാണ് സംഘനിലേക്കുള്ള ആകെ എൻട്രൻസ് ഉള്ളത്. ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് ടാസ്ക്. എന്നാൽ അത് തുടങ്ങുമ്പോഴേക്കും ആ ഒരു മരത്തിൽ വെച്ചിരിക്കുന്ന എന്തോ ഒരു സംഭവം ഇവൻ കാണാണ്. പെട്ടെന്ന് അത് എടുത്തു നോക്കുന്ന സമയത്ത് ഇവർക്കത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒളിപ്പിച്ച് വെച്ചിരുന്നതാണല്ലോ, ഉപകാരം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അവരത് സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് വീണ്ടും ഇവൻ ആ ഒരു മരവും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അകത്ത് നിന്ന് ഒരു വായുവും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാണ്. സോ ആരോ സംഘനില ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവാണ്. കാരണം അതിനകത്തുള്ള വിഷമാണ് സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നത്. അപ്പൊ മിങ്ങിയാണെങ്കിൽ ആ ഒരു സംഘനില ബുക്ക് തപ്പി നടക്കാണ്. പക്ഷെ കറക്റ്റ് ഇവന്റെ കയ്യിൽ വന്ന് പെടുകയാണ്. സോ ഇവനും ഇവളോട് ഒരു ഫെയർ ആയ നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഇതുവഴി ജസ്റ്റ് പോയതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ പിടിച്ച് ബന്ദിയാക്കി ആക്രമിക്കാനായിട്ട് ആയുധവും കാര്യങ്ങളൊക്കെ എടുക്കാണ്. അതുപോലെ തന്നെ സിധുവിന്റെ അടുത്ത് നിന്ന് മാസ്റ്ററും ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. എന്നിട്ട് സിധു മാസ്റ്ററിനോട് എത്രയും പെട്ടെന്ന് മിങ്ങിയും കൂട്ടി ഇവിടെ നിന്ന് പോകണം, ഇവിടെ വിഷം ഫുൾ സ്പ്രെഡ് ആവുകയാണ്, മിങ്ങിയെ പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അവരും പോകുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളെ ആക്രമിക്കാനായിട്ട് അടുത്തേക്ക് വരികയാണ്. എന്തിനാണ് ഇവിടെ കയറിയത് എന്ന് ചോദിച്ചു. പക്ഷെ ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലുള്ള ആയുധം യൂസ് ചെയ്ത് അവന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഓടുന്നു. പക്ഷെ ഇവൻ അവളെ വിടുന്നില്ല. ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവൾ ആ ഒരു ബുക്ക് തപ്പി എത്തിയതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അതാര് പറഞ്ഞിട്ട് എടുക്കാൻ വന്നത് എന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് അവനെ പിടിച്ച് ബന്ദിയാക്കിയിട്ട് ഇവളുടെ കയ്യിലുള്ള ആ ഒരു ആയുധം ഉപയോഗിച്ച് ഇവനെ കൊല്ലാനായിട്ട് നോക്കുന്നു. പക്ഷേ ഇവളുടെ കൈയും കാലും വിറയ്ക്കാണ്. ഇവൾക്ക് ഒരു തരി പോലും ഇവളുടെ പവർ യൂസ് ചെയ്യാനാവുന്നില്ല. അത്രയും ഇവളുടെ ശരീരം വീണ്ടും വീക്കായിരിക്കാണ്. സോ ഇവനും അത് കണ്ട് നീയാണോ എന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഇവളെ ദൂരേക്ക് എടുത്തെറിയാണ്. അപ്പോഴും ഇവളെ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കാണ്. എന്നാൽ ഇവൾക്കാണെങ്കിൽ ഇവളുടെ പവർ യൂസ് ചെയ്യാനാവുന്നില്ല. ചെറുതായിട്ടെങ്കിലും പവർ യൂസ് ചെയ്താൽ മാത്രമാണല്ലോ ആ ഒരു ആയുധം വർക്കാവുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ അത് കണ്ട് ഇവളെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി ഇവളുടെ ആ ഒരു ആയുധം നശിപ്പിച്ചു കളഞ്ഞ് ഇവളെയും പറത്തി എറിയാണ്. എന്നിട്ട് അവളെ കൊല്ലാനായിട്ട് വരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ജി ആണെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവൻ അവിടെ മിങ്ങിയെയും കാണുന്നു. അതിനുശേഷം ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കാണ്. ഇവനറിയാം ഇത് ജിബോസായി ആണ് എന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ജി ആണെങ്കിൽ അവന് നല്ലത് കൊടുക്കുന്ന സമയത്ത് ഇവന്റെ ശരീരവും നല്ല രീതിയിൽ വീക്ക് ആവുകയാണ്. ഈ സുഷോയി രാജാക്കാരോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണല്ലോ. സോ ആ ഒരു രീതിയിൽ അപ്പൊ സിധു ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് മിങ്ങിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് തുടങ്ങാണ്. കാരണം ആ ഒരു വിഷം അവിടെ ഫുള്ള് സ്പ്രെഡ് ആവുകയാണല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പിന്നിൽ ഈ സുഷോയി രാജാക്കാർ തന്നെയാണ്. ആ ഒരു സുവാനും അവന്റെ ഈ ഒരു അനിയനൊക്കെ ഇങ്ങോട്ട് എത്തിയതിന് കാരണം ഈ ഒരു നാട് നശിപ്പിക്കാനാണ്. ഇപ്പോ സുഷോയി രാജാവ് ആഗ്രഹിക്കുന്നത് ഈ ഒരു ജിങ്സിങ്ങിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സംഘം കൊണ്ട് ഇവർക്ക് വേറെ ഉപയോഗമൊന്നുമില്ലല്ലോ. സോ അത് വെച്ച് ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന രീതിയിലാണ് ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഘനിൽ ഓൾറെഡി തന്നെ വിഷവും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അത് വെച്ചിട്ട് ആ നാടിനെ ഫുള്ള് തകർക്കാനാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വിഷവും ആ നാട് മുഴുവൻ സ്പ്രെഡ് ആവുകയാണ്. വളരെ പെട്ടെന്നാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്വസിച്ച് പലരും ബോധരഹിതരായിട്ട് വീഴാനും തുടങ്ങാണ്. അത് മനുഷ്യനായാലും ജീവജാലങ്ങൾക്കായാലും എല്ലാം തന്നെ ഒരേപോലെ ആപത്തായിട്ടുള്ള ഒരു വിഷമാണ്. അപ്പോൾ ഈ ഒരു രാജാവും അത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് അത് ഇവരുടെ നാട് തകർക്കുന്ന വൻ വിപത്താണെന്ന്. പെട്ടെന്ന് തന്നെ ഇവരും ഇവരുടെ പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അത് തടയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സിധുവിന്റെ അനിയനാണെങ്കിൽ ഈ ജിബോസായിയോട് ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫുൾ പവർ എടുത്ത് ജിക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ജി ആണെങ്കിൽ ഓൾറെഡി തന്നെ അവശനായി ഇരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിങ്ങിയാണെങ്കിൽ സിധുവിന്റെ കയ്യിൽ നിന്ന് ഓടി വന്ന് ജിയെ പിടിച്ച് മാറ്റാണ്. അവൾ വന്ന് ഇടയ്ക്ക് കയറുന്നത് കൊണ്ട് തന്നെ അവൾക്കാണ് അതിന്റെ ആ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത്. ഉടൻ തന്നെ അവളുടെ ബോധം പോയി വീഴാണ്. അതുകൊണ്ട് തന്നെ ജിയും വീണ്ടും ഈ സിധുവിന്റെ അനിയൻ ഇവരെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ ജി ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ പവർ കൊണ്ട് അയാളെ മാറ്റി നിർത്തിയിട്ട് ഇവൾക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ നൽകാണ്. പക്ഷെ അവൻ അപ്പോഴും വിടുന്നില്ല. വീണ്ടും പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ജിയും സിധുവും ഒരുമിച്ച് തന്നെ അവനെ നേരിടാണ്. പക്ഷെ ഇവിടെ ആ ഒരു വേഷം ഭയങ്കര വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് താഞ്ചിയോടെ ഇദ്ദേഹം ഞാനും നിന്റെ അങ്കിളും ഒക്കെ വീക്ക് ആയിരുന്നു, പക്ഷെ വേറെ വേറെ വഴികളിലാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം താഞ്ചിയെ ഫ്രീസ് ആക്കി വെക്കാണ്. ഇവൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട്. ഈ ഒരു വിഷം സ്പ്രെഡ് ആവുന്നത് തടയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവൻ ബലി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇദ്ദേഹം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഈ ഒരു രാജാവ് ഇപ്പൊ ഇദ്ദേഹത്തെ തന്നെ ഈ ഒരു സമയത്ത് ബലി കൊടുത്തു കഴിഞ്ഞാൽ തുടർന്നുള്ള 100
വർഷത്തേക്ക് ശത്രുരാജ്യത്തിൽ നിന്നും ഈ ഒരു പ്രദേശത്തെ എല്ലാം കൊണ്ടും എല്ലാ വിപത്തിൽ നിന്ന് സംരക്ഷിക്കും. സോ ഇദ്ദേഹം ആ ഒരു പ്രക്രിയ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പൊ വേർപിരിയാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ താഞ്ചിക്കാണെങ്കിൽ അത് താങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്, നമുക്ക് വേറെ വഴി വല്ലതും കണ്ടെത്താം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവ് ആ ഒരു വിഷം മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് എതിരെ യൂസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷം ഫുള്ള് അവരുടെ നാട്ടിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവനാവുന്നില്ല. സോ അവന്റെ ആ ഒരു ആത്മാവ് ഇവർ ചേർന്ന് ഇല്ലാതാക്കുകയാണ്. അതിനുശേഷം ഈ സംഘനാണെങ്കിൽ ഇല്ലാതാവാനായിട്ട് തുടങ്ങാണ്. സോ സിധു ജിയോട് നിങ്ങൾ ഇവളെയും കൂട്ടി പോക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബൂഷ് അങ്ങോട്ടേക്ക് വന്ന് അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ഒരു സ്ഥലം നശിക്കുന്നത് എന്തായാലും ഇവന്റെ അച്ഛൻ അറിയാലോ. സോ അതിന്റെ ഇടയ്ക്ക് മിങ്ങി വന്നു എന്ന് അച്ഛൻ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച് ഇവൻ അവളുടെ ആ ഒരു ആയുധം ഉണ്ടല്ലോ തകർന്നെടുക്കുന്നത് അതൊക്കെ തന്നെ ജിയുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ ആത്മാവാണെങ്കിൽ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് താഞ്ചിക്കാണെങ്കിൽ താങ്ങാനേ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളായിട്ട് ഇവളോട് നീ ശരിക്കും വളർന്നു, നിനക്ക് ഒറ്റയ്ക്കിനി എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ സാധിക്കും. പിന്നെ നീ ഒരു കാര്യം എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം, നമ്മൾ കാരണം ഒരിക്കലും മറ്റു രാജ്യക്കാർ തമ്മിൽ കലഹം ഉണ്ടാവാൻ പാടില്ല, ആരെയും വെറുപ്പിക്കാൻ പാടില്ല, ആരെയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ചെയ്യരുത്, എപ്പോഴും സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കണം. ഒരു തവണ നമ്മളെ ടൂർണമെന്റിൽ വിജയിച്ചതുപോലെ ഇനിയും അത് ആവർത്തിക്കണം, നിനക്കതിന് സാധിക്കും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്, നീ നല്ല കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടാണ്. ഇവൾക്കത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും സാക്ഷിയാക്കി അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ ജി ആണെങ്കിൽ ഇവളെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ നല്ല വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാണ്. സോ ജി അത് കാണുമ്പോൾ ഇവൾക്ക് എന്താണ് പ്രശ്നമെന്ന് ഇവനെ മനസ്സിലാവുന്നില്ല. ഇവള് നിങ്ങള് സംഘടനയിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജി അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്, നീ അവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഗോൾഡൻ മില്ലറ്റിന്റെ മിസ്സിംഗ് ആയിട്ടുള്ള റെസിപ്പി തപ്പി വന്നതാണ്, പേടിക്കേണ്ട, ഞാനത് പുറത്താരോടും പറയാൻ പോകുന്നില്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് അത് ഇവള് ചെയ്യുന്നത് മിങ്ഷിയാന് വേണ്ടിയിട്ടാണ് എന്നാണ്. സോ ഒരു റെസിപ്പിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ തന്നെ അപായപ്പെടുത്താൻ വിട്ടുകൊടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. ഇവൾക്ക് നല്ല വേദനയ്ക്കാണ്. സോ ജി ആണെങ്കിൽ ഇവളുടെ ആത്മീയ വെയിൻ ചെക്ക് ചെയ്യാനായിട്ട് വരുന്നു, ഇവളുടെ ഒരു ആരോഗ്യസ്ഥിതി അറിയാനായിട്ട്. പക്ഷെ ഇവളെ കൊടുക്കുന്നില്ല. അവനത് നോക്കി കഴിഞ്ഞാൽ ഇവൾക്ക് ഹെവൻലി ഗ്രിഫ് ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൻ മനസ്സിലാക്കുമല്ലോ. സോ ഇവനും ദേഷ്യത്തില് നിന്റെ മിങ്ഷിയാൻ ഇപ്പോ എവിടെ ഉള്ളത്, അവൻ വിഷം കാരണം അവന്റെ സ്പിരിച്വൽ വെയിൻ തകർന്നതുകൊണ്ട് നിന്നെയാണല്ലേ ഈ ഡേഞ്ചർ ആയിട്ടുള്ള പണികൾ ഏൽപ്പിച്ചത്, നിന്നെ കുറിച്ച് അവൻ എന്തെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ, അവനൊക്കെ ഒരു പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ല സന്തോഷായില്ലേ എന്ന് പറഞ്ഞ് കൂടുതൽ സമയമൊന്നും ഇവൾക്ക് ഇരിക്കാനാവുന്നില്ല. അവളെ ബോധം പോയി വീഴാൻ തുടങ്ങുന്നു. പക്ഷെ ജി ആണെങ്കിൽ പെട്ടെന്ന് അവളെ പിടിച്ചിട്ട് അവൾക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ നൽകാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളും ഓക്കെ ആവുന്നത്. പക്ഷെ കൂടുതൽ ഇവൾക്ക് പവറും കാര്യങ്ങളൊന്നും അവനെ കൊണ്ട് നൽകാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അപ്പോൾ ഇവിടെ സിധുവിന്റെ അടുത്തേക്കാണെങ്കിൽ ഈ സുഷോയി രാജ്യത്തിലെ ഗാർഡ്സ് അച്ഛൻ കാണാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവനെ കൂട്ടാനായിട്ട് അയാളുടെ ആളുകൾ എത്തിയിരിക്കുകയാണ്. അച്ഛനെല്ലാം പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് ഇവനെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജി ആണ് ഇവളെ തിരിച്ച് വീട്ടിൽ കൊണ്ട് ആക്കുന്നത്. അപ്പോഴാണ് ആ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ജീവൻ ത്യജിച്ചു എന്ന കാര്യം ഇവരും കാണുന്നത്. സോ അവർ അദ്ദേഹത്തിന് വേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നൽകുന്നു. പക്ഷെ അതിനുശേഷം താഞ്ചാണെങ്കിൽ ഭയങ്കര വേദനയിൽ തന്നെയാണ് ഉള്ളത്. സോ ഞാനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഇവൻ അയച്ചിട്ടുള്ള ഒരു വോയിസ് സന്ദേശം കേൾപ്പിക്കുകയാണ്. നീ എന്റെ മകളുടെ കൂടെ ഏത് പ്രതിസന്ധിയിലും നിൽക്കുമെന്ന് എനിക്കറിയാം. എന്റെ മകള് എന്തുമാത്രം കഴിവുള്ള വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് എന്റെ രാജ്യം എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിഷമം കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ തന്നെയാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. പക്ഷെ സിധുവിനാണെങ്കിൽ ഇപ്പൊ ഇവിടെ സുഷോയില് ഇവന്റെ അച്ഛൻ നല്ല രീതിയിൽ മർദ്ദിച്ച് ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. അയാളുടെ മക്കളും മരണപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇവൻ ആ ഒരു നാടിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന നിലയിലൊക്കെയാണ് ഇപ്പൊ ഇവനെ ഈ അവസ്ഥയിൽ ആക്കിയിരിക്കുന്നത്. ഫൂയും ഇവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇവന് അപ്പോഴും ഇവന്റെ അവസ്ഥ അല്ല പ്രധാനം, മിങ്ങിയുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് പേടി. ഇപ്പൊ ഇവന് അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ലല്ലോ. സോ അച്ഛനെങ്ങാനും അവളെ തേടി എത്തോ എന്ന് ഇവൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഫൂയാണ് ആ ഒരു ചുമതല ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇവന്റെ ഒരു അവസ്ഥയൊന്നും ഇവൾക്ക് താങ്ങാനേ ആകുന്നുണ്ടായിരുന്നില്ല. സിധു ആണെങ്കിൽ ഇപ്പോഴും ഇവന്റെ കാര്യമല്ല ചിന്തിക്കുന്നത്, മിങ്ങിയുടെ കാര്യം മാത്രമാണ്. പക്ഷെ അവന്റെ അവസ്ഥ കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഇവളുടെ ഫുള്ള് ആത്മീയ ശക്തിയും കാര്യങ്ങളൊക്കെ സിധുവിന് ബലി കൊടുക്കാണ്. ആ ഒരു പ്രക്രിയ കഴിയുമ്പോഴേക്കും ഇവള് നല്ലോണം തന്നെ ക്ഷീണിച്ച് വീഴാണ്. പക്ഷെ അവള് മരിക്കുന്നില്ല. അവൾ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഇവന് നൽകിയത് കൊണ്ട് തന്നെ ഇവന്റെ ശരീരത്തുള്ള മുറിവും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇവള് ഫോക്സ് വംശത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് അതിജീവിക്കാനായിട്ട് അതിന് പല വഴികളുണ്ട്. ഇവനാണ് ഇപ്പോ തന്നെക്കാൾ കൂടുതൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവൾ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഇവന് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജിക്കാണെങ്കിൽ ഇപ്പോ ചില സംശയങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പൊ മിങ്ങി ഉണ്ടാക്കിയ ആ ഒരു ആയുധം ഇവന്റെ കയ്യിലാണല്ലോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതൊരു സാധാരണ ആയുധമേ അല്ല. ഒരു യോദ്ധാവ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിന്റെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആയുധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ വെയിൻ ഉണ്ടെങ്കിൽ പോലും മിങ്ങിക്ക് അതുണ്ടാക്കാൻ സാധിക്കില്ല. സോ ഇനി അവൾക്ക് അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് മിങ്ഷിയാനായിരിക്കോ എന്ന് ബൂഷ ചോദിക്കുമ്പോൾ ഇവൻ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരാൾ ട്രെയിനിങ് എടുക്കുന്നതും അയാളുടെ കഴിവൊക്കെ കൊണ്ടാണ് ഇത്രയും സിദ്ധിയാർന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിച്ച് ഇത്രയും പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ ഒരു കൊടിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ആലോചിക്കുകയാണ്. അവൾ അത്രയും പെർഫെക്ഷനിലാണല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഇവൻ ഫുള്ള് അവളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഇവൾ പല സാഹചര്യങ്ങളിലും അവനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതായാലും അതുപോലെ തന്നെ ആ നെതർബീസ്റ്റുകൾക്കെതിരെ പോരാടാൻ സഹായിച്ചതിലായാലും അതുമാത്രമല്ല അവളുടെ ശരീരം ഇത്ര വീക്ക് ആവുന്നതും ഇവനും ആ ഒരു ഹെവൻലി ഗ്രിഫ് ബാധിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണല്ലോ. സോ അതവൻ ആലോചിക്കുമ്പോൾ ഇവൻ അന്ന് എങ്ങനെയാണോ ആ വേദന കൊണ്ട് വെപ്രാളപ്പെട്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇവളും ഇപ്പൊ കാണിക്കുന്നത്. അതുമാത്രമല്ല ഇവൻ മുന്നേ
മിങ്ഷിയാനൊക്കെ ഒരു പുരുഷനാണോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ അതിന് അവൾ അല്ല എന്ന് തന്നെയാണ് മറുപടി നൽകിയത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന് മിങ്ഷിയാൻ അല്ലേ എന്നൊരു ഡൗട്ട് വരാൻ തുടങ്ങുകയാണ്. ഡൗട്ട് അല്ല, ഇവനത് ഏതാണ്ട് കൺഫേം ആവുന്നു. അപ്പോൾ ഇവിടെ സിധു ആണെങ്കിൽ ഓക്കെ ആയിട്ട് ഇവന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മക്കളെ എല്ലാം കൊന്നത് ഇവനാണ് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ബുക്ക് ഇവൻ കൈക്കലാക്കി നോക്കിയാലോ, അതുകൊണ്ട് തന്നെ ഇവനെ വീണ്ടും ഉപദ്രവിക്കുകയാണ്. പക്ഷെ ഇവനാണെങ്കിൽ അപ്പോൾ ഇയാളെ ഒരുപാട് നാളായിട്ട് ആ ഒരു സെക്കൻഡ് പാർട്ട് തപ്പി നടക്കുകയാണല്ലോ. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ഞാൻ അറിഞ്ഞു വരികയാണ്. ഞാൻ എന്തായാലും അത് അച്ഛനെ തന്നെ കണ്ടെത്തി ഏൽപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ടുള്ള എന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇതെല്ലാം ചെയ്തത് എന്റെ ആത്മീയ ശക്തി കൂട്ടാനും ടൂർണമെന്റിൽ വിജയിക്കാനും അച്ഛനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. അച്ഛന് പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ എന്തായാലും ഉടൻ തന്നെ ചെയ്യും. ആ സെക്കൻഡ് പാർട്ട് അച്ഛന് തന്നെ കണ്ടെത്തി നൽകും എന്ന് ഭയങ്കര ഇതായിട്ട് ഇയാളെ വിശ്വസിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഇനി ആകെയുള്ളത് ഇവനാണല്ലോ മകനായിട്ട്. സോ ഇയാളും ഇവനെ വിശ്വസിക്കുകയാണ്, ഇവന്റെ ആ ഒരു പറച്ചില്. പക്ഷെ ഇയാളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ അടുത്ത് ഇവൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ മാസ്റ്ററും ഇവനും കൂടി ഈ ഹെവൻലി ഗ്രിഫിന്റെ ബുക്കിൽ ഈ ഗോൾഡൻ മെലിറ്റിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് സീൽ ചെയ്ത് വെച്ചേക്കാണ്. രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ ഒരു ബുക്ക് വായിക്കാൻ സാധിക്കുക. എന്നാൽ അപ്പോഴേക്കും ഇവൾക്ക് ഒരു ഗസ്റ്റ് വരാണ്. ജി തന്നെയാണ് അത്. ഇവനും ഇവളെ വന്നു കണ്ട് ഞാൻ നിന്നോട് ഇവിടെ 2 കാര്യങ്ങൾ പറയാനാണ് എത്തിയിരിക്കുന്നത്. ഒന്ന്, സിധുലിംഗ് അവന്റെ ഐഡന്റിറ്റി സംശയാസ്പദമാണ് എന്ന് പറയുമ്പോൾ ഇവള് അതിൽ സംശയിക്കാനായിട്ട് ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് കടപ്പാടുണ്ട്, അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലിപ്പോ ഹെവൻലി ഗ്രീഫിന്റെ ഫസ്റ്റ് പാർട്ട് കിട്ടിയിട്ടുണ്ട്. അത് യാതൊരു രാജ്യക്കാരും അന്വേഷിച്ച് നടക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്ത് തരാം, അത് എന്റെ കൈവിട്ട് പുറത്താരും അറിയില്ല എന്ന് പറയുമ്പോൾ ജി, ഞാൻ വന്നതിന്റെ 2ാമത്തെ കാര്യം, നീ എന്തിനു വേണ്ടിയിട്ടാ ബോ വംശത്തിന്റെ ബുക്ക് അന്വേഷിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് തീർച്ചയായും മിങ്ഷിയാന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇവളുടെ കൈ പിടിച്ച് നോക്കാനായിട്ട് എടുക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ കൈ കൊടുക്കുന്നില്ല. ഭയങ്കര ബലത്തിൽ പിടിച്ചു നിൽക്കാണ്. അതുകൊണ്ട് ഇവനും നീ അതിന്റെ സ്പിരിച്വൽ വെയിൻ ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇപ്പോ അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിമാറുകയാണ്. സോ ഇവനും നീ സംഘടന വെച്ചുണ്ടാക്കിയ ആയുധം ഇപ്പൊ എന്റെ കയ്യിലാണുള്ളത്. ഒരു സ്പിരിച്വൽ പവറുള്ള ഫെയറിക്ക് അതുണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും അതൊരു യോദ്ധാവിന് മാത്രമാണ് സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇവൻ തന്നെ സംശയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീബോസായി, ഞാൻ നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തിയാണ്. നിങ്ങളുടെ മാസ്റ്ററിന്റെ ഗോൾഡ് മില്ലറ്റ് എടുക്കാൻ വന്ന വ്യക്തിയാണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും എന്നോട് അടുക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൻ ഇവളോട് മിങ്ഷിയാന്റെ എംബേഴ്സ് ഇപ്പോഴും എന്റെ കയ്യിലാണുള്ളത്, നിനക്കത് വേണ്ടേ? നിനക്കത് വേണമെങ്കിൽ എനിക്ക് നീ ഒരു ആയുധം ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ ഇവളും ഒന്ന് ആലോചിച്ചിട്ട് ശരി സമ്മതിച്ചു, ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഉണ്ടാക്കി തരുമ്പോ എനിക്ക് നിങ്ങളെ എംബേഴ്സ് മാത്രം തിരിച്ചു തന്നാൽ പോരാ, മാരേജ് സ്റ്റോണിൽ പതിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പേരുകളും അയച്ചോളണം എന്ന് പറയുമ്പോൾ ഇവൻ ഇവളെ അടുത്തേക്ക് പിടിച്ചിട്ട് അത് തീരുമാനിക്കേണ്ട സമയം ഇപ്പോഴല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ജി ആണെങ്കിൽ വോഗിയിൽ എത്തിയിട്ട് ബൂഷിയോട് സിധുവിന്റെ ഐഡന്റിറ്റി അല്ല ഇവർക്കിപ്പോൾ നല്ല സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ അവന്റെ യഥാർത്ഥ പാരന്റ്സ് ആരാണ്, സോ രാജുവായിട്ട് അവനുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാം അന്വേഷിക്കാനായിട്ട് ബൂഷിയെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഇവളും ജി പറഞ്ഞ രീതിയിൽ അവന് വേണ്ടിയിട്ടുള്ള ഒരു വാള് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവള് തന്നെ അത് വോഗിയിൽ അവനോട് കൊടുത്തിട്ട് തന്റെ എംബേഴ്സ് തിരിച്ചു തരാനായിട്ട് പറയുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു വാൾ എടുത്തിട്ട് ഇതുകൊണ്ട് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നില്ല, ഇതുകൊണ്ട് എന്താ ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നത്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് വർക്കാവും തോന്നില്ല, അതുകൊണ്ട് നീ വേറെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് ഇവൾ ആ ഒരു വാള് പിടിച്ച് വാങ്ങിയിട്ട് ഇവന്റെ നേരെ അത് പ്രയോഗിച്ച് കാണിക്കുകയാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, ഇതെന്റെ പ്രൗഢിയായിട്ടുള്ള വർക്കാണ്, ഇത് 6 ലോകങ്ങൾക്കെതിരെയും ആർക്ക് നേരെയും യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കഴുത്തിന് നേരെ ചൂണ്ടാണ്. സോ ഇവന് കൺഫേം ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന്. ഇവളാണെങ്കിൽ ഇവന്റെ ആ ഒരു വലയിൽ വീണതാണ്. ഇവനത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇവളെ കൊണ്ട് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിച്ചത്. ഉണ്ടാക്കാനായാലും പ്രയോഗിച്ച് കാണിക്കാനായാലും പ്രത്യേക കഴിവ് തന്നെ വേണമല്ലോ. സോ ഇവനാണെങ്കിൽ ഇവളെ അടുത്തേക്ക് പിടിച്ചിട്ട് കള്ളി എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവളെ കിസ് ചെയ്യാണ്. ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ഇവളവനെ പിടിച്ചു മാറ്റിയിട്ട് ജീവസായി നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ മിങ്ങി, ഇപ്പോഴും മിങ്ഷിയാൻ നമുക്കിടയിൽ ഒരു തടസ്സമായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ആ ഒരു വ്യക്തി നമുക്കിടയിൽ ഇല്ലെങ്കിലും അതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള പലതും നമുക്കിടയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വാള് ഇവനെ തന്നെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇവനും ആ ഒരു വാൾ എടുത്ത് അത് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഭൂഷൺ അങ്ങോട്ടേക്ക് എത്തി. ആ ഒരു ബായുടെ കയ്യിൽ ഒരു റെക്കോർഡ് മിറർ ഉണ്ടായിരുന്നു. അതിലാണ് മറ്റു രാജ്യക്കാര് ആരൊക്കെയാണ് അയാളോടൊപ്പം പങ്കാളികളായിട്ടുള്ളത് എന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് ആ ഒരു മരത്തിൽ നിന്ന് ഒരു സംഭവം കിട്ടിയതാണല്ലോ. സോ അതാണ് റെക്കോർഡ് മിറർ എന്ന കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല സിധുവിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിലും അവന്റെ വംശത്തെ പറ്റിയോ ജനനത്തെ പറ്റിയോ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോൾ ജിക്ക് മനസ്സിലാവുന്നുണ്ട് സിധു എന്ന് പറയുന്നത് അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അല്ല എന്ന്, മറ്റൊരു ഫേക്ക് ഐഡിയയിലാണ് അവൻ താമസിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഇവർ വീണ്ടും ആ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. 2ാം ഭാഗം എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവള് ബോ വംശത്തിന്റെ പൂർവിക വസതി ഇപ്പൊ ഒരു പർവ്വതത്തിലാണല്ലോ ഉള്ളത്. അങ്ങോട്ടേക്ക് ഇവള് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫൂയും ഇവനും ജിങ്സിംഗില് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇവള് ഓക്കെ ആയിട്ട് ബോധവും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇവനോട് നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവനും അച്ഛനോട് ഞാൻ സെക്കൻഡ് പാർട്ട് എടുത്തു കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും നമുക്കത് മിങ്ങിക്ക് വേണം. മിങ്ങി നാളെ പർവ്വതത്തിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രവേശിക്കാനാകുന്നത് ബോ വംശത്തിന്റെ പിൻഗാമിക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് എന്തായാലും ജീബോസായി അവിടെ വേണം. അത് ഞാൻ ജിയെ അറിയിക്കാൻ പോവാണ്. ജിയെ കൂടി അവിടെ എന്തായാലും എത്തിക്കണം എന്ന് പറയുമ്പോൾ ഇവള് അഥവാ ഇനി ആ ഒരു റെസിപ്പി കിട്ടിയാലും മിങ്ങി നമുക്കത് തന്നില്ലെങ്കിലോ നിങ്ങൾക്കത് കൈമാറും തോന്നുന്നുണ്ടോ നിങ്ങളുടെ അച്ഛനോട്, പിന്നെ നിങ്ങൾ എന്ത് സമാധാനം പറയും എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അച്ഛൻ എന്നെ കൊന്നോട്ടെ അല്ലെങ്കിൽ ഞാനായിട്ടുള്ള ബന്ധം തീർത്തോട്ടെ, അതൊന്നും ഞാൻ പേടിക്കുന്നില്ല, എനിക്കിപ്പോ അവളുടെ ജീവൻ മാത്രമാണ് മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ജിക്ക് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കൈമാറാനായിട്ട് ഇവളോട് തന്നെ പറയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.